സ്വർഗത്തിനു വേണ്ടി ജീവിക്കുകയും ആ സ്വർഗത്തിലെ സുഖസൗകര്യങ്ങൾ മാത്രം സ്വപ്നം കണ്ട് കാണുന്നതെല്ലാ പെണ്ണുങ്ങളും ഹൂറികളാണ് എന്ന് ചിന്തിക്കുകയും ഇവിടം സ്വർഗമാണ്, ഇത് പടച്ചോന്റെ ഭൂമിയാണ് എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്ത് പലതും കാണിച്ചു കൂട്ടിയിട്ടേ ഒടുവിൽ പണി കിട്ടുമ്പോഴാണ് കണ്ണു തുറന്ന് നോക്കുന്നത്, അയ്യോ ഇത് പരലോകവും സ്വർഗവും ഒന്നും ആയിരുന്നില്ല, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമായിരുന്നതല്ലേ, കൊലച്ചതിയായിപ്പോയി. അതിൽ നമ്മൾ പറയാറുള്ളത്, ഒരുവനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. സ്വർഗത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. നമസ്കരിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും സക്കാത്ത് കൊടുക്കുന്നതും എന്തിനേറെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടി. അയൽക്കാരനെ വെറുക്കുന്നത്, അവനെ കൊല്ലാൻ നോക്കുന്നത് അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്. വെൽക്കം മോദിജി. അയ്യോ ഞാനൊരു വഴിക്കായിരിക്കുവാണ് ചിരിച്ചിട്ട്. അപ്പോ തൽക്കാലം തേനിന്റെ പുഴയ്ക്കു വേണ്ടി 9 അമർത്തുക. ഇപ്പോ കുറെ പേരെ ഇന്ത്യൻ സൈന്യം പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലോ സ്വർഗത്തിലേക്ക്. സ്വർഗത്തിൽ ചെന്നിട്ട് അവര് ഭയങ്കര തിരക്കാണെന്നേ. ചത്തുപോയവന്മാരെല്ലാവരും കൂടി ഇവന്മാരല്ലേ ആദ്യം തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് സ്വർഗത്തിന്റെ ഫസ്റ്റ് കവാടത്തിന് മുമ്പിൽ വല്ലാത്ത ബഹളം. അവര് പറയണത് അതല്ല, നിങ്ങൾ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം ഞങ്ങൾക്ക് തന്നേ പറ്റൂ. അപ്പോ അവിടെ നിന്ന് ഒരു കമന്ററി വരുന്നുണ്ട്, തേനിന്റെ പുഴയ്ക്കു വേണ്ടി 1 അമർത്തുക, മദ്യത്തിന്റെ പുഴയ്ക്കു വേണ്ടി 9 അമർത്തുക, തേനിന്റെ പുഴയ്ക്കു വേണ്ടി 8 അമർത്തുക. ഇനി അതല്ല, പാലിന്റെ പുഴയ്ക്ക് വേണ്ടിയാണെങ്കിൽ 1 അമർത്തേണ്ടതില്ല, പാല് പിരിഞ്ചു പോച്ച്, രക്ഷയില്ല. അപ്പോൾ അവിടെ നിന്ന് ഹൂറികളുടെ ഒരു വലിയ സന്ദേശം വരുന്നു. അതെ, 1-2 ഹൂറികളെ ഒക്കെ കിട്ടിയിട്ടും അവിടെ കിടന്ന് വലിയ ബഹളം ഉണ്ടാക്കുന്നു കാക്കാമാര്. വിവരദോഷികളാണല്ലോ. അപ്പോ അവിടെ നിന്ന് ഹൂറികൾ വിളിച്ചു പറയുന്നു, 72 ഹൂറികളെ ഒരുമിച്ച് വേണമെന്നുള്ളവർ അല്പം അവധാനത പാലിച്ചേ പറ്റൂ. നിങ്ങളൊന്ന് ക്ഷമിക്കണം. കാരണം ചത്തിവിടെ വന്നവരുടെ കണക്കെടുത്താൽ മാത്രമേ ചിപ്പിക്കകത്തുള്ള ഹൂറികളെ തുറന്ന് ഇവർക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. തന്നെയുമല്ല, നമ്മുടെ കബീർ ബാക്കവി പറഞ്ഞതുപോലെ ഓരോ പെണ്ണുങ്ങളുടെയും കഴുത്തിൽ ടാഗ് എഴുതി തൂക്കണ്ടായോ? ഞങ്ങൾ ഇവിടെ കുറച്ചു പേരേ ഉള്ളൂ. തന്നെയുമല്ല, അറബിയിൽ തന്നെ എഴുതേം വേണം. ഈ മലരന്മാർക്ക് അറബി വായിക്കാൻ അറിയില്ലെങ്കിൽ ആരുടെയെങ്കിലും ഹൂറികളെയും പിടിച്ചോണ്ട് പോകത്തില്ലേ? റനി ഹായ് താമസല്ലേ. അതുകൊണ്ട് 72 ഹൂറികളെ ഒരുമിച്ച് വേണം എന്നുള്ളവർ ക്യൂ പാലിച്ചേ പറ്റൂ, വേറെ നിവൃത്തിയില്ല. തൽക്കാലം 1-2 എണ്ണത്തിനെ ഒക്കെ കൊണ്ടുപോയി പണിയാൻ മുട്ടി നിൽക്കുന്ന ആളുകൾ അങ്ങനെ തൽക്കാലം 1-2 വർഷം അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഒറ്റത്തവണത്തെ സ്ഖലനം 1 വർഷം നിലനിൽക്കുമെന്നാണല്ലോ ഉസ്താദുമാരൊക്കെ പ്രസംഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തൽക്കാലം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഓണം പോലെ പോകാനാണെങ്കിൽ ശരി. നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചാൽ ഞങ്ങൾ നിങ്ങളോടും സഹകരിക്കും. അല്ല, 72 ഒക്കെ താങ്ങുമോ എന്ന് ചോദിച്ചാൽ കുഫൈത്തും വാങ്ങിച്ചിട്ടല്ലേ ഈ മറ്റവന്മാർ ഇങ്ങോട്ട് വരുന്നത്. കുഫൈത്താണല്ലോ കൊടുക്കുന്നത്. അതെന്താ നബിക്കു മാത്രം കുഫൈത്ത് കൊടുക്കുന്നത്? അതെന്താ ഞങ്ങൾക്ക് കുഫൈത്ത് തന്നാലേ എന്ന് ചോദിച്ച് ഇവന്മാർ അവിടെ ചെന്നിടത്ത് ബഹളം ഉണ്ടാക്കത്തില്ലേ? അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ക്യൂ പാലിക്കാൻ പറഞ്ഞു. ഇവന്മാര് രക്ഷയില്ല. പാരച്ചൂട്ടിന്റെ ആവശ്യം വരും തങ്കച്ചൻ വരും, വളരെ അത്യന്താപേക്ഷിതമാണ്, വരാതെ ഇവിടെ പോകാനാ. അതുകൊണ്ട് തൽക്കാലം നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഒരു രക്ഷയുമില്ല. ഞങ്ങളോട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞത് ചത്ത് സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ 72 ഹൂറികളുമായി നിങ്ങൾ കാടിപ്പാടി രസിക്കാം. ഹൂറികൾ നിങ്ങളെ അഹ്ലൻ വ സഹലൻ, സ്വാഗതം സ്വാഗതം എന്ന് പറഞ്ഞ് കയറ്റുമെന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. സുരേഷേ, കുഫൈത്ത് എന്ന് പറഞ്ഞാൽ മാംസമടങ്ങിയ ഒരു ഭക്ഷണമാണ്. അത് കിട്ടിയപ്പോഴാണ് ആദ്യം
വല്ലാതെ ഉദ്ധാരണശേഷിയൊന്നുമില്ലാത്ത പ്രവാചകന് പിന്നീട് 40 പുരുഷന്റെ കുതിരശക്തിയായിരുന്നു ലൈംഗികതയ്ക്ക് കിട്ടിയിരുന്നത് എന്ന് അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ അവിടെ ചത്തു ചെന്ന ആളുകളൊക്കെ രക്ഷയില്ല. എന്നാൽ അപ്പോൾ അവിടെ നിന്ന് ഹൂറികള് ഇന്ത്യൻ സൈനികർക്ക് വിളിക്കുവാണ്, നിങ്ങൾ ഒറ്റയടിക്ക് എല്ലാവരെയും കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടല്ലേ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ശല്യം തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും വിടുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വസ്ഥതയില്ലെന്നേ, ഞങ്ങൾക്ക് സമാധാനമില്ലെന്നേ. പോട്ടെ, ഞങ്ങളെ ഉറങ്ങാനും ഒന്നും വിടുന്നില്ല, ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആൾക്കാരാ, ശരി, ഞങ്ങൾ ഇവന്മാരുടെ ഒക്കെ സെക്സ് ടോയ് ആണല്ലോ, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. പക്ഷേ മുസ്ലിം പവർ എക്സ്ട്രീം ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഈ മുസ്ലിങ്ങളെ ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് ഇന്ത്യ തൽക്കാലം വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചേ പറ്റൂ. നിങ്ങൾ വീണ്ടും ഇങ്ങനെ ബ്രഹ്മോസും സുഖോയും ഒക്കെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടുപോകും. അപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന നൽകുകയും നാരീശക്തി തെളിയിക്കുകയും ചെയ്ത ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലയ്ക്ക് നരേന്ദ്രമോദി ഫോൺ എടുത്തിട്ട് ശരി, ക്ഷമിക്കൂ, പരിഗണിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ദ്രൗപദി മുർമു പറഞ്ഞു, തീർച്ചയായിട്ടും അവരെ പരിഗണിച്ചേ പറ്റൂ. ഒരു സ്ത്രീ എന്നുള്ള രൂപത്തിൽ അവരുടെ വേദനകളും പ്രയാസങ്ങളും ആകുലതകളും ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തൽക്കാലം വെടിനിർത്തൽ കരാറുമായി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോഴാണ് ചത്തുപോയ ഭീകരവാദികളുണ്ടല്ലോ, അവന്മാരെല്ലാം കൂടെ വലിയ ബഹളം. കേട്ടോ, ഒന്നും കരുതിയിട്ടില്ല എൻ്റെ പൊന്ന് സലാഹുദ്ദീൻ ഉസ്താദെ, കരുതാൻ പോകുന്നതേ ഉള്ളൂ. അതായത് ചത്തുപോകുന്നവർക്ക് അവിടെ കിട്ടുന്ന ഹൂറികളെ കുറിച്ച് പാടി പുകഴ്ത്തിയാണ് ഇവന്മാരെയൊക്കെ കൊല്ലാനും കൊല്ലപ്പെടാനും പ്രേരിപ്പിച്ച് ഒരുവിധം പര്യാപ്തമാക്കിയെടുത്തത്. ചത്തു കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാനൊന്നും 8 അമർത്താനും 9 അമർത്താനും പാലിന്റെ പുഴ പിരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞാൽ രക്ഷയില്ല, ബഹളമാണ്. സലാഹുദ്ദീന് നഷ്ടം പറ്റിയോ? രക്തസാക്ഷികൾ പിന്നെന്ത് കരുതി? സലാഹുദ്ദീന് നഷ്ടം പറ്റിയോ? രക്തസാക്ഷികൾക്ക് നഷ്ടം പറ്റിയോ? ഇല്ല. ഹബീബായ റസൂൽ പറയുന്നു, രക്തസാക്ഷികൾക്ക് നഷ്ടം പറ്റിയിട്ടില്ല. അവൻ രക്തസാക്ഷിത്വം വഹിക്കുന്നതോടെ പടച്ച തമ്പുരാൻ ഈമാനിന്റെ ആഭരണങ്ങൾ അവൻ അണിയിച്ചു കൊടുക്കുകയാണ്. ഈമാനിന്റെ ആഭരണങ്ങൾ അണിയിച്ചു കൊടുക്കുകയാണ്. ആ രക്തസാക്ഷിക്ക് പടച്ചവൻ സ്വർഗത്തിൽ നിന്ന് 72 ഹൂറില്ലീങ്ങളെ അവന് ഇണകളായി കൊടുക്കുകയാണ്. നാളെ ഈ സലാഹുദ്ദീന്റെ ഭാര്യ ആ 72 ഹൂറുകളുടെയും റാണിയായി കൊണ്ട് സലാഹുദ്ദീനോട് ചെന്നു ചേരുന്ന ഒരവസ്ഥ സംജാതമാകുന്നു. പടച്ച തമ്പുരാൻ ആ ഭാര്യയെ സ്വീകരിക്കാൻ 72 ഹൂറില്ലീങ്ങളെ ഇപ്പോഴേ ഷഹീദ് സലാഹുദ്ദീൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന് ഇണകളായി തോഴികളായി നിശ്ചയിച്ചു കൊടുക്കുക. ആരാണോ പറഞ്ഞത് സലാഹുദ്ദീന് നഷ്ടം സംഭവിച്ചു പോയെന്ന്? ആര് പറഞ്ഞു? ഒരു നഷ്ടവുമില്ല. വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഖബറിന്റെ ശിക്ഷയിൽ നിന്നും അവൻ രക്ഷപ്പെടുകയാണ്. ഒരു രക്തസാക്ഷിക്ക് അല്ലാഹു കൊടുക്കുന്ന മഹത്വം ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതിഭയങ്കരമായ കുലുക്കങ്ങൾ ലോകാവസാനത്തിന്റെ സന്ദർഭത്തിൽ സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ലോകം മുഴുവനും കിടുങ്ങി വിറച്ചിട്ടും മനുഷ്യൻ കഷ്ടപ്പെടുമ്പോഴും ഒരു കുലുക്കവുമില്ലാതെ ഖബറുകളിൽ നിന്നും എഴുന്നേറ്റ് രക്തമൊലിപ്പിക്കുന്നതായ ശരീരവുമായി വെട്ടേറ്റപ്പെട്ട മുറിവുകളുമായി അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് നീങ്ങുന്നത് ശുഹദാക്കളായിരിക്കുമെന്ന് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആരാ പറഞ്ഞത് ഞങ്ങളുടെ സലാഹുദ്ദീൻ നഷ്ടമായി പോയെന്ന്? ആരാ പറഞ്ഞത് ഞങ്ങളുടെ സലാഹുദ്ദീൻ നഷ്ടത്തിലായി പോയെന്നില്ല. രക്തസാക്ഷികൾക്കൊരു നഷ്ടവുമില്ല, ലാഭങ്ങൾ മാത്രമാണുള്ളത്. സലാഹുദ്ദീൻ നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തല വെട്ടിപ്പിളർന്നിട്ട് ആ മുറിവ് അങ്ങനോടെ തന്നെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുന്ന രക്തമൊക്കെ ഒലിപ്പിച്ചിട്ട് കയറി വരുമ്പോ ഇലൈഹിം റബ്ബുക പടച്ച തമ്പുരാൻ രക്തസാക്ഷികളെ കാണുമ്പോൾ അള്ളാഹു തആല പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുമെന്നാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹു അതിനുള്ള ഒരു അവസരം നമുക്ക് തരട്ടെ. പുഞ്ചിരിയോടുകൂടി പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്ന രക്തസാക്ഷികൾ, അത് അള്ളാഹു കൊടുക്കുന്ന ഒരു ആദരവുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, ഗാംഭീര്യതയുടെ കിരീടം പടച്ച തമ്പുരാൻ ആ തലയിലേക്ക് വെച്ചു. ഗാംഭീര്യതയുടെ ഒരു കിരീടം. സലാഹുദ്ദീൻ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. മനസ്സിലായല്ലോ? അതായത് 72 ഹൂറികളുമായി ആടിപ്പാടി സുഹൃത്തുക്കൾ രസിക്കുന്നത് കാണുമ്പോൾ
കാക്കായ്ക്ക് സഹിക്കുന്നില്ല. കാക്കാരാണ്, നിങ്ങൾക്ക് മനസ്സിലായോ? പോപ്പുലർ ഫ്രണ്ടിന്റെ ഇമാം കൗൺസിലിന്റെ നേതാവാ. സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് നിങ്ങൾ രക്തസാക്ഷികളാകണം, അതല്ലെങ്കിൽ ഇസ്ലാം മതരാജ്യം എന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് നടന്നെടുക്കണം. ഒടുവില് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലും റെയ്ഡും ഒക്കെ വന്നപ്പോൾ ഉസ്താദിനെ കാണാനില്ല. ഉസ്താദിന്റെ ഫോൺ ഔട്ട് ഓഫ് കവറേജാ. ഭൂമിയിൽ ജീവിച്ചിട്ടേ വല്ലാതെ കൊതി തീർന്നിട്ടില്ല അത്രേ. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, ഇപ്പൊ എനിക്കൊരു മൂടില്ല, തൽക്കാലം നിങ്ങൾ പോയിക്കോളാൻ. അങ്ങനെ ലവന്മാര് പോയി കയറി കൊടുത്തു. 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ തീർക്കാൻ ഞങ്ങൾ കഴിവുള്ളവനാണടാ. ദണ്ടിന്റെ വഴി അറിയാമോ, പേരറിയാമോ, പിന്നെന്താണ് ശിക്ഷക് പ്രമുഖ്, കാര്യവാഹക്, ഇവന്റെയൊക്കെ വീടറിയാം, ഇവന്റെയൊക്കെ ഭാര്യമാരുടെ വീടറിയാം, മക്കളുടെ സ്ഥലം അറിയാം, മക്കള് പഠിക്കുന്ന സ്കൂൾ അറിയാമെന്നൊക്കെ വിളിച്ചു പറഞ്ഞില്ല. മലരന്മാരൊക്കെ ഉണ്ടല്ലോ, എല്ലാം അകത്തായി. അവരെയൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ചു വിട്ട് ഉസ്താദ് ഇവിടെ ഉണ്ട്. ഇപ്പൊ കരയുന്നത് എന്തിനാണെന്നറിയാമോ? മറ്റവര് സ്വർഗത്തിൽ പോയിട്ടേ ഹൂറികളുമായിട്ട് ഉല്ലസിക്കുന്നത് ഇദ്ദേഹം ഇങ്ങനെ ഓർത്തോർത്ത് കരയുക. എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ, പക്ഷെ ഇദ്ദേഹത്തിന് എപ്പോഴും പോകാൻ പറ്റും കേട്ടോ.